ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എങ്ങനെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതിനു മുമ്പിട്ട വീഡിയോസ് കാണാത്തവരെല്ലാവരും വീഡിയോ എല്ലാം കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഓരോന്നും വിലപ്പെട്ടതാണ്, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 1.5 കപ്പ് വെള്ളം. ഞാൻ അളന്ന് വെച്ചിരുന്നതാണത്. 1.5 കപ്പ് വെള്ളമുണ്ട്. 3/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചസാര മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. എന്താണേലും അതിനകത്ത് നമുക്ക് കുറുകി വരാനായിട്ട് പഞ്ചസാര ആവശ്യമാണ്. ഇതൊരു 3.5 ടേബിൾ സ്പൂൺ. 3/4 കപ്പ് പാൽപ്പൊടിയാണ്. 3.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുണ്ട്. ഒരു ഏലക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ അതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കും. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാൽപ്പൊടി കട്ടയാകാതെ അങ്ങോട്ട് അലുത്ത് കിട്ടും. ഇനി നമുക്ക് ആ പാലിൻ്റെ ഒപ്പം തന്നെ ആ പാൽപ്പൊടി നന്നായിട്ടൊന്ന് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് ഞാൻ ആ ഒരു ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മെല്ലെ മെല്ലെ കുറുകി വരണം. അപ്പോൾ നമ്മൾ ഒട്ടും പാൽപ്പൊടിയാണ് അതിൻ്റെ കൂടെ അത്രയും പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ടേക്കുന്ന കാരണം നമുക്കതിനെ നന്നായിട്ട് ഇളക്കി കുറുകി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇടയ്ക്ക് വടിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് പാല് കുറുകി തുടങ്ങുമ്പോഴത്തേനും ശരിക്കും നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിച്ച വയ്ക്കും. ഒരുവിധം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കട്ടിയായി പോകുന്നതിന് മുമ്പ് നമ്മളത് ഓഫ് ചെയ്യണം, കാരണം ഇനി തണുത്ത് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ കുറുകും. അപ്പം നമ്മുടെ ആ കണ്ടൻസ് മിൽക്കിൻ്റെ പാകം നമുക്ക് ഇതൊരുവിധം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് പാകമാവും. അപ്പോൾ നമുക്കിനി അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ പാട വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം, കാരണം അതിനകത്ത് എവിടെയെങ്കിലും ലംസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്. പിന്നെ നമ്മൾ ആ ഏലക്കയുടെ തരി ഇട്ടതൊക്കെ ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കണ്ടൻസ് മിൽക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുപ്പത്ത് വെച്ച് അത് പറ്റി വരുന്ന അത്രയും സമയമേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അടി പിടിക്കൊന്നുമില്ല. കറക്റ്റ് പാകത്തിനത് ഓഫ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിരുന്നാണ്. അതിനകത്ത് വറ്റി വന്നപ്പോഴത്തേനും 1 കപ്പായിട്ടുണ്ട്. ആക്ച്വലി പാല് കൊണ്ട് ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.